ഇരുകാലികളായ നമ്മൾ മനുഷ്യർക്കിടയിൽ ഓരോരുത്തരും സൃഷ്ടിക്കപ്പെട്ടേക്കുന്നത് വ്യത്യസ്തമായ രീതിയിലാണ്. അപ്പം നമ്മുടെ കഴിവ് നമ്മുടെ പ്രശ്നം അറിയാം, നമ്മുടെ കഴിവ് മനസ്സിലാക്കാതെ മറ്റൊരുത്തൻ്റെ കഴിവ് കൊണ്ട് അസൂയപ്പെട്ടുകൊണ്ടിരിക്കും. എന്നിട്ട് അവന് ഞാനും തുല്യരാന്ന് പറയും. അത് പറയാൻ പാടില്ല. അത് ഞാൻ ഈ ആണും പെണ്ണും തുല്യരല്ലെന്ന് പണ്ട് പറയുമ്പം ആൾക്കാർ പറയും ആണും പെണ്ണും അല്ല, ആണും തുല്യരല്ല. ഇപ്പം ഞാനും ബിൽഗേറ്റ്സും തുല്യരാന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് നടക്കാൻ പറ്റും? അല്ല, അദ്ദേഹം ഞാനും തുല്യരല്ല, ഒരിക്കലും അല്ല. ഈ ഏതെങ്കിലും രീതിയിൽ എവിടെങ്കിലുമൊക്കെ ആരെങ്കിലും എത്തിപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് നമ്മളുടെ ഒപ്പം കൊണ്ട് നടക്കാത്ത മറ്റെന്തോ മൂല്യം അവരിൽ ഉണ്ടായിട്ടുള്ളത് കൊണ്ടും അവരുടെ പരിശ്രമം കൊണ്ടും നേടിയെടുത്തതാണ്. നമ്മൾ അതിനെയാണ് റെസ്പെക്ട് ചെയ്യാൻ പഠിക്കേണ്ടത്, അതിനെ അംഗീകരിക്കാൻ പഠിച്ചാൽ മതി. അല്ലാണ്ട് പക്ഷേ ഈക്വാലിറ്റി എന്ന് പറയുന്നത് ഇവിടെ നിയമത്തിൻ്റെ മുന്നിലാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടന അടിസ്ഥാനത്തിൽ ഈ രാജ്യത്തെ എല്ലാ പൗരന്മാരും തുല്യരാണ്. അവിടെ പോയിട്ട് വലിയവനാണ് ചെറിയവനാണെന്നൊന്നും നമ്മൾ കാണിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം നിയമത്തിൻ്റെ മുന്നിൽ മന്ത്രി ആയാലും പ്രജ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ അടുത്ത സമയത്ത് സുരേഷ് ഗോപി പ്രജ എന്ന് പറഞ്ഞ അർത്ഥത്തിലല്ല, ജനം